ഹലോ, ഇന്നൊരു മിനി വ്ളോഗാണേ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്നലെ അമ്മ എനിക്ക് മാവൊക്കെ അരച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. ദോശയ്ക്കോ ഇഡലിക്കോ എന്തിനേലൊക്കെ ഉണ്ടാക്കാം. അപ്പം ഇഡലി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പൊക്കെ വേവാൻ വെച്ചു. അപ്പം പരിപ്പൊക്കെ വെച്ചിട്ട് നോക്കിയപ്പോഴോ പച്ചക്കറി ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഉള്ളി സാമ്പാറൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട, നമുക്ക് പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ഇഡലിക്കുള്ള മാവ് കുറച്ചൊക്കെ എടുത്ത് മാറ്റി തട്ടിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങ് പോയി കേട്ടോ. അപ്പം തീർച്ചയായിട്ടും പോകാമെന്ന് പറഞ്ഞു. ഞാനും കശപ്പിനും കൂടെ മഴയത്തൊന്ന് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളും കൂട്ടത്തിലിറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഇറങ്ങിയാൽ മതി, വാലക്കടിച്ച് എല്ലാവരും പുറകെ ഇറങ്ങും. അങ്ങനെയാണ് ഞാനും കശപ്പനും ചെയ്യുന്നത്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ കൊണ്ട് ചിഞ്ചു അവിടെ നിൽക്കുന്നു. അവൾക്ക് ബസ്സൊന്നും കിട്ടിയിട്ടില്ല, മഴയൊക്കെ ആയതുകൊണ്ട് ബസ്സൊന്നും വരുന്നില്ല. അങ്ങനെ അവളെ വട്ടിയൂർക്കാവ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടു. പിന്നെ പച്ചക്കറി കട അന്വേഷിച്ചുള്ള നടപ്പായിരുന്നു കേട്ടോ. കാരണം മഴയായതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഒറ്റ കടകൾ രാവിലെ തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 റൗണ്ട് അടിച്ചിട്ട് വന്നപ്പോഴത്തേക്കിന് ഈ കട തുറന്നു വരണം. അങ്ങനെ ഇവിടുന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. രാവിലെ മുതലേ എനിക്ക് ഭയങ്കര ജലദോഷമാണ്, അതുകൊണ്ട് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറേ ചീറ്റലും തുപ്പലും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ടേക്ക് ഇങ്ങി വന്നു. അങ്ങനെ വീണ്ടും സാമ്പാറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് പരിപ്പൊക്കെ വെന്തതിന് ശേഷം കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ സാമ്പാറിന് വേണ്ട എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അരപ്പൊക്കെ കലക്കി വെച്ചു. തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ട് അപ്പോഴത്തേക്കിന് ഇഡലിയൊക്കെ ആയി. പിന്നെ രണ്ടാമത് തക്കാളിയൊക്കെ അരിഞ്ഞ് വെണ്ടയ്ക്കയൊക്കെ ചേർത്തു. അങ്ങനെ പണ്ടാണെങ്കിൽ ഈ സാമ്പാറിൽ മല്ലിയില എന്ന് പറഞ്ഞൊരു സാധനമേ ഇട്ടാൽ തിന്നാത്ത ഒരാളായിരുന്നു ഞാൻ, അമ്മ, ചിഞ്ചു. ഞങ്ങൾ ആരും കൂട്ടത്തിലായിരുന്നു. കാര്യം നമ്മുടെ അവിടോട്ടൊന്നും അങ്ങനെയൊന്നും ഇപ്പോഴൊക്കെ ഇടുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ പണ്ടൊന്നും ഇടത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ സാമ്പാറിലും രസത്തിലും എല്ലാത്തിലും ചിക്കൻ കറിയിലും എല്ലാത്തിലും മല്ലിയില വാരിയിടും. അതാണ് ഇപ്പം മല്ലിയില ഭയങ്കര ഇഷ്ടം. അങ്ങനെ സാമ്പാറൊക്കെ ആയി കടുവൊക്കെ വറുത്ത് ചേർത്തു. പിന്നെ ഇന്ന് സാമ്പാർ വെക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മത്തിമീൻ വാങ്ങിച്ചു രാവിലെ. അപ്പം മത്തിമീൻ വാങ്ങിക്കുന്നുണ്ടേ സാമ്പാർ മസ്റ്റാണ് ഇവിടെ, മത്തി വറക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സാമ്പാർ വെച്ചത് തന്നെ. അങ്ങനെ മത്തിയൊക്കെ വൃത്തിയാക്കിയിട്ട് പുരട്ടിയൊക്കെ വെച്ച് വറക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു. അപ്പോൾ കേശപ്പനുള്ളതാണ് ഈ എടുക്കുന്നത് കണ്ടോ. സാമ്പാറിൽ എത്ര എടുത്തെന്ന് നോക്ക്. ഒരു ക്യാരറ്റ് ഞാൻ നിർബന്ധിച്ചാണ് അത് തന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വടയൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വെച്ച് കൊടുത്തു. ഒരു ഇഡലിയാണ് അവൻ കഴിക്കുന്നത്. പിന്നെ ഞാനും അപ്പം തന്നെ അങ്ങ് കഴിച്ചു. അങ്ങനെ സാമ്പാറും ഒക്കെ കൂട്ടി കഴിച്ചു. പിന്നെ 2-3 കഷ്ണം മീനെടുത്ത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് മീൻ കറി വെച്ച്. മീൻ കറി ഒരുപാട് വേണ്ട, കാരണം സാമ്പാറുള്ളതുകൊണ്ട്. പിന്നെ മോര് കറിയൊക്കെ വെച്ചു. അപ്പോൾ കേശപ്പന് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്നുണ്ടേ. അവൻ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊരു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താച്ചാ, നാളത്തെ നല്ലൊരു വീഡിയോ ആയിരിക്കും പിന്നെയും കാണാം. താച്ചാ.